ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇന്ന് കുറച്ച് ഇലക്ട്രിസിറ്റി വെച്ചുള്ള കളികളാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേൾഡിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിമ്മർ സർക്യൂട്ടാണ്. അത് യൂസിങ് നമ്മളെ BT136 എന്ന് പറയുന്ന ഒരു ട്രയാക്ക് യൂസ് ചെയ്ത്. ആകെ 4 കോമ്പോണൻസേ ഉള്ളൂ ഇതിന്. ഒരു ട്രയാക്ക് വേണം, പിന്നെ ഒരു DB3 ഡയാക്ക് വേണം, പിന്നെ ഒരു 100K റെസിസ്റ്റർ വേണം, പിന്നെ ഒരു ലീനിയർ കൺട്രോൾ വേണം. ഇത്രയും മതി. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇൻകാൻഡിസെൻ്റ് ലാമ്പ്, അതായത് ബൾബ്, ഫിലമെൻറ്റ് ബൾബ്, അതിൻ്റെയൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫാനിൻ്റെ സാധാ നോർമൽ സീലിംഗ് ഫാനിൻ്റെ അതിൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം. പക്ഷേ ലോ സ്പീഡിൽ ഒരു ഹമ്മിങ് വരും കേട്ടോ അതിനകത്ത്. കാരണം വെച്ചാൽ DC കോമ്പോണൻ്റ് അതിനകത്ത് വരുന്നുണ്ട്. കാരണം ക്ലിപ്പ് ചെയ്താണ് ഇത് ആക്ച്വലി വോൾട്ടേജ് കുറയ്ക്കുന്നത്. അതായത് ഇത് ക്ലിപ്പ് ചെയ്ത് കളയാം. അപ്പം ക്ലിപ്പ് ചെയ്യുമ്പോൾ എന്തൊരു ഒരു AC വേവിൻ്റെ മോൾ ഫംഗ്ഷൻ ക്ലിപ്പായാൽ എന്ത് പറ്റും, നമുക്കവിടെ ഒരു DCയുടെ ഒരു ഫോമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹമ്മിങ് ആണ് അവിടെ കേൾക്കുന്നുണ്ട്. ഇത് DB3 ഡയാക്കാണ്. ഡയാക്ക് എന്ന് പറഞ്ഞാൽ DB3 ഡയാക്ക് എന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ, പറ്റും ഇടാം. ഡയാക്ക് എന്ന് വെച്ചാൽ ഒരു സെനാർഡയോഡ് പോലത്തെ സാധനമാണ്. DB3 ഉണ്ട്, DB4 ഉണ്ട്, DB5 ഉണ്ടെന്ന് തോന്നുന്നു. DB3 എന്ന് വെച്ചാൽ 30-35 വോൾട്ടിലാണ് അത് ബ്രേക്ക് ഡൗൺ ആവുന്നത്. DB4 എന്ന് വെച്ചാൽ 40-45 വോൾട്ടിൽ അത് ബ്രേക്ക് ഡൗൺ. അത് 40 വോൾട്ട് കഴിഞ്ഞാലേ അവൻ ബ്രേക്ക് ഡൗൺ ആവുള്ളൂ. അപ്പോൾ അതുവരെ ഇവൻ ബ്ലോക്ക് ചെയ്യും. അതായത് സെനാർഡയോയുടെ ഒരു സിമ്പിൾ ഓപ്പറേഷനാണ്. പക്ഷേ സെനാർഡയോ എന്ന് വെച്ചാൽ നമുക്കൊരു വോൾട്ടേജ് കൺട്രോൾ ഉണ്ട്. 12.6 എന്നാൽ 12.6 അത് ബ്രേക്ക് ഡൗൺ ആവും. പക്ഷേ ഇതിവിടെ അങ്ങനെ ഒന്നുമില്ല. 30-35 എന്ന് വെച്ചാൽ 30 മുതൽ 35 വരെയുള്ള ഏത് വോൾട്ടേജിലും അത് ബ്രേക്ക് ഡൗൺ ആവാം. അപ്പം അങ്ങനെയുള്ള സാധനമാണിത്. ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് നേരെ അസംബ്ലിങ് ഡയറക്റ്റായിട്ട് ഞാൻ പിന്നിലാണ് അസംബിൾ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ഫാനിൻ്റെയൊക്കെ റെഗുലേറ്റർ ഇല്ലേ, ഇലക്ട്രോണിക് റെഗുലേറ്റർ, അവൻ ആ സർക്യൂട്ടാണ് അവൻ. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ലൈഫാണ്. അത് ഇപ്പോൾ 5-10 വർഷം വരെയൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത ഫാനിന് മാത്രമേ ഉള്ളൂ കുഴപ്പം. അത് മോട്ടോറിന് മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിച്ചാൽ കുഴപ്പം. കാരണം വെച്ചാൽ DC കോമ്പോണൻറ്റ് വരണതുകൊണ്ട് അവിടെ മോട്ടോർ ചെറുതായിട്ട് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഹമ്മിങ് ഒക്കെ വരില്ല. അപ്പോൾ ഹമ്മിങ് എന്ന് വെച്ചാൽ DC കോമ്പോണൻറ്റ് ഒരു കോയിലിൽ വന്നു കഴിഞ്ഞാൽ അവൻ ചൂടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഈ ഫിലമെൻറ്റ് ബൾബൊക്കെ ഇല്ലേ, അവനൊക്കെ ആണെങ്കിൽ കാലങ്ങളോളം കിടക്കും, ഒരു പ്രശ്നവും ഇല്ലാതെ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പക്ഷേ ഫാനിൻ്റെ റെഗുലേറ്ററായിട്ടാണ് ഇവൻ ആദ്യം അവതരിച്ചത്, ഫാനിൻ്റെ റെഗുലേറ്റർ. പക്ഷേ ഫാനിൻ്റെ ലൈഫ് കുറയുന്ന കാരണം പതുക്കെ അവൻ ആ ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ എന്ന സ്ഥാനത്ത് നിന്ന് മാറി. പക്ഷേ ഫിലമെൻറ്റ് ബൾബിൻ്റെ ഡിമ്മിങ്ങിന് ഇവൻ തന്നെയാണ് ഇപ്പോഴും രാജാവ്. പക്ഷേ ഫിലമെൻറ്റ് ബൾബ് മാറി LED ബൾബ് വന്നപ്പോൾ പിന്നെ അവൻ ബാക്കിലോട്ട് പോയി. തോൽവികൾ ഏറ്റുവാങ്ങാനായി പിന്നെയും ബാക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ആ സർക്യൂട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സർക്യൂട്ട് ഇപ്പം ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. പിന്നെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ഇലക്ട്രിസിറ്റിയാണ് എല്ലാ പോയിന്റിലും. 230 വോൾട്ടിലാണ് വർക്ക് ചെയ്യണം. എല്ലാ പോയിന്റിലും കറണ്ട് ഉണ്ടാവും, തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഈ സർക്യൂട്ട് വെച്ച് വർക്ക് ചെയ്യുമ്പം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.